ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ സ്വാദേറിയ നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. ഈ ഒരു മീൻ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ടതില്ല കേട്ടോ. എങ്കിലും നല്ല കൊഴുത്ത ഗ്രേവിയാണ് കേട്ടോ ഈ ഒരു മീൻ കറിക്ക്. ഈ ഒരു മീൻ കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുവേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒരു മീൻ കറി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും എങ്ങനെയാണ് മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാവേ. അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മാന്തൽ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ പൊളിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ളത് ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയുമാണ് കേട്ടോ. കൊച്ചുള്ളി എടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മീൻ കറിക്ക് പ്രത്യേക രുചി കിട്ടുള്ളൂ കേട്ടോ. സവാള എടുക്കുന്നവരാണെങ്കിൽ ഒരു സവാള മാത്രം എടുത്താൽ മതിയേ. അങ്ങനെ അത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ 2 കഷ്ണം പുളി നന്നായിട്ട് കഴുകി നല്ല വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പാനിലാണ് കറി തയ്യാറാക്കുന്നത്. മൺചട്ടിയിലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ പാൻ നന്നായി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പുറകെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വേണം കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്ന ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുവേ. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില തൂകി കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി കുറച്ച് വെള്ളം ഒന്ന് കലക്കി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊന്ന് മാറി ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നന്നായി ഒന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പുളിയും അതിൻ്റെ വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ആ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ആ ഒരു പുളിവെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് നോക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു കറിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച ശേഷം നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിള വന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മീൻ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തൊന്ന് ചുറ്റിച്ചാൽ മതിയേ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അത് നന്നായി തന്നെ ഒന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പം ഒരുപാട് സമയം വേവിച്ച് കൊടുക്കരുത്. നമ്മുടെ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറ്റിയ ശേഷമാണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സ്വാദോട് കൂടിയ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചൂട് ചോറിനൊപ്പവും
കപ്പയ്ക്കൊപ്പവും കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ മീൻകറിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വിളമ്പാനും പറ്റുന്ന നല്ല സൂപ്പർ കോംബോ ആണ് കേട്ടോ ഈ ഒരു മീൻകറി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാതിരിക്കരുത് കേട്ടോ. വീട്ടിൽ വാങ്ങുന്ന ഏത് മീൻ വെച്ചും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.